ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ നിർണായക മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവുമായി ആദ്യം ബാറ്റ് ചെയ്ത ആർ.സി.ബി. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യ ബാറ്റിംഗിന് അയക്കപ്പെട്ട ആർ.സി.ബിക്ക് വേണ്ടി തകർപ്പൻ തുടക്കമാണ് ഓപ്പണർമാരായ വിരാട് കോഹ്ലിയും ഫാഫ് ഡു പ്ലസിയും ചേർന്ന് നൽകിയത്. സി.എസ്.കെ ബൗളർമാരെ ഇരുവരും കടന്നാക്രമിച്ച് മുന്നേറുന്നതിനിടയിൽ 3 ഓവറിൽ 31 റൺസ് എന്ന നിലയിൽ എത്തി നിൽക്കെ രസം കൊല്ലിയായി മഴയെത്തി. മഴ മാറി മത്സരം പുനരാരംഭിച്ചപ്പോൾ ഇരുവരും കരുതലോടെയാണ് പിന്നീട് ബാറ്റ് വീശിയത്. പവർ പ്ലേയിലെ 6 ഓവർ പിന്നിടുമ്പോൾ 42 റൺസ് മാത്രമാണ് ആർ.സി.ബി സ്കോർ ബോർഡിൽ എത്തിയത്. ഡുപ്ലസി കരുതലോടെ ബാറ്റ് വീശിയപ്പോൾ മറുവശത്ത് വിരാട് കോഹ്ലി കത്തിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 3-ാം ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെയെ 2 സിക്സറുകൾ പറത്തിയ കോഹ്ലി 9-ാം ഓവറിൽ രവീന്ദ്ര ജഡേജയെയും 10-ാം ഓവറിൽ മിച്ചൽ സാറ്റ്നറെയും ഓരോ സിക്സർ വീതവും പറത്തി. ടീം സ്കോർ 9.4 ഓവറിൽ 78 റൺസിൽ എത്തിച്ച ശേഷമാണ് വിരാട് കോഹ്ലി മടങ്ങിയത്. മത്സരത്തിൽ 29 പന്തിൽ 4 സിക്സും 3 ഫോറും പറത്തിയ കോഹ്ലി 162 സ്ട്രൈക്ക് റേറ്റിൽ 47 റൺസ് നേടി. ബൗണ്ടറി ലൈനിൽ മികച്ച ഒരു ക്യാച്ചിലൂടെയാണ് വിരാട് കോഹ്ലിയെ ഡാരിൽ മിച്ചൽ ക്യാച്ചെടുത്ത് പുറത്താക്കിയത്. ഇന്നത്തെ മത്സരത്തിൽ 4 സിക്സറുകൾ പറത്തിയ വിരാട് കോഹ്ലി 36 സിക്സറുകളുമായി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം എന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി. ഇന്നത്തെ മത്സരത്തിൽ 47 റൺസ് കൂടി നേടിയതോടുകൂടി വിരാട് കോഹ്ലി ഈ സീസണിൽ 700 റൺസും പിന്നിട്ടു. കോഹ്ലി പുറത്തായ ശേഷം ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുത്ത ക്യാപ്റ്റൻ ഡുപ്ലസി 39 പന്തിൽ 54 റൺസ് നേടി പുറത്തായി. 3 വീതം സിക്സും ഫോറും ഡുപ്ലസിയുടെ ബാറ്റിൽ നിന്നും പിറന്നു. ഫാഫ് ഡുപ്ലസി നിർഭാഗ്യം കൊണ്ട് റണ്ണൌട്ടാവുകയായിരുന്നു. രജത് പടിദാറിന്റെ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് ബൗളർ മിച്ചൽ സാറ്റ്നറുടെ കയ്യിൽ കൊണ്ട് നോൺ സ്ട്രൈക്കിംഗ് എൻഡിലെ വിക്കറ്റിൽ പതിക്കുകയായിരുന്നു. ഈ സമയം ക്രീസിന് പുറത്തായിരുന്ന ഡുപ്ലസി റണ്ണൌട്ടാവുകയായിരുന്നു. ക്യാപ്റ്റൻ പുറത്തായ ശേഷം 23 പന്തിൽ 4 സിക്സും 2 ഫോറും പറത്തി 41 റൺസ് എടുത്ത രജത് പടിദാറിനൊപ്പം കത്തിക്കയറിയ ഗ്രീൻ സി.എസ്.കെയുടെ സ്വപ്നങ്ങളുടെ ചിറക് അരിയുന്ന കാഴ്ചയാണ് മൈതാനത്ത് കാണാൻ സാധിച്ചത്. ഇരുവരും ചേർന്ന് വെറും 28 പന്തിൽ 71 റൺസാണ് ആർ.സി.ബിക്ക് വേണ്ടി നിർണായക മത്സരത്തിൽ നേടിയത്. മികച്ച മറ്റൊരു ക്യാച്ചിലൂടെ താക്കൂറിന്റെ പന്തിൽ സിക്സർ പറത്താൻ ശ്രമിച്ച പടിദാറിനെ ഡാരിൽ മിച്ചൽ പുറത്താക്കി. അവസാന ഓവറുകളിൽ മികച്ച കാമിയോ ഇന്നിംഗ്സുകളിലൂടെ കത്തിക്കയറിയ വെറ്ററൻ താരം ദിനേശ് കാർത്തിക്കും ഗ്ലെൻ മാക്സ്വെലും ആർ.സി.ബിയുടെ സ്കോർ 218-ൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ദിനേശ് കാർത്തിക് വെറും 6 പന്തിൽ 15 റൺസും ഗ്ലെൻ മാക്സ്വെൽ 5 പന്തിൽ 16 റൺസും നേടി പുറത്തായി. 17 പന്തിൽ 3 സിക്സും 3 ഫോറും പറത്തിയ ക്യാമറൂൺ ഗ്രീൻ 38 റൺസുമായി പുറത്താവാതെ നിന്നു. മത്സരത്തിൽ 20 ഓവർ പിന്നിടുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസാണ് ആർ.സി.ബി നേടിയത്. ചെന്നൈക്ക് വിജയിക്കാൻ 219 റൺസും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുവാൻ അവർക്ക് 201 റൺസ് നേടേണ്ടി വരും.